ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ക്ലാസ്സാണ്. ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ പല കുട്ടികളും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് തുടങ്ങണം, ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പല കുട്ടികളും വാട്സപ്പ് വഴിയും കമൻറ്റ് വഴിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള റിപ്ലൈ എന്നതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പഠിക്കേണ്ടത് നോക്കാം. അതായത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഞാൻ ഈ ക്ലാസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് എസ്പെഷ്യലി ബാക്ക്വേർഡ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അവരാണ് കൂടുതൽ നന്നായിട്ട് ഈ ഒരു എക്സാമിനെ പേടിക്കുന്നത്, അതായത് വളരെയധികം ആശങ്കയോടുകൂടെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അവർ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഇംഗ്ലീഷിൽ ഏകദേശം 19 ചാപ്റ്റേഴ്സാണ്. അതിലൊരു 8 ചാപ്റ്ററാണ് നമുക്ക് ഫോക്കസ്ഡ് ചാപ്റ്റർ, ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതുപോലെ ഏന്തൻ ഗാന്ധി കെയിം, ഐ വിൽ ഫ്ലൈ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, ഡെത്ത് ദ ലെവലർ, സൺറൈസ് ഓൺ ദ ഹിൽസ്, പിന്നെ സറാങ് ഓഫ് റാണാഗഞ്ചി, ഇങ്ങനെ ഒരു 8 ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. ക്ലിയർ ആയോ? സമ്മറിയാണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം ഓൺവേർഡ്സിൽ എഴുതാൻ കഴിയുന്നവർ ശരിക്കും എല്ലാ ചാപ്റ്ററും ശരിക്കും ലൈൻ ബൈ ലൈൻ നോക്കിയാലാണ് നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ പറയപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി നമ്മൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ബൈ ഹാർട്ട് ചെയ്യണം. വെറും ബൈ ഹാർട്ട് ചെയ്താൽ മാത്രം പോരാ, അവരെന്ത് ചെയ്യണം, എഴുതി പഠിക്കുന്ന വേണം. കാരണം എക്സാം ഹോളിൽ നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു 4-5 തവണ അറ്റ്ലീസ്റ്റ് എഴുതി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി പഠിക്കുക എന്നുള്ളത്. പിന്നെ രണ്ടാമത് അവർ ചെയ്യേണ്ടത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറേ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതുപോലെ സ്പീച്ച്, അപ്രിസിയേഷൻ, ക്യാരക്ടർ സ്കെച്ച്, പ്രൊഫൈൽ, അതേപോലെ തന്നെ റൈറ്റപ്പ്, പിന്നെ ട്രാവൽ എസ്സേ, ട്രാവൽ ഇൻഫോ, ഇമെയിൽ, ഇങ്ങനെ നിരവധി റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ഫോമാറ്റും നമ്മൾ എന്ത് ചെയ്യണം, കാണാതെ പഠിക്കണം. പിന്നെ ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളും ഞാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി, ഒന്ന് ഫോമാറ്റ്, ഇത് 2 പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിക്കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു 50 എബോവ് മാർക്കെങ്കിലും സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സിന് നിങ്ങൾക്ക് ചോദിക്കാം. 9846394672 ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിവേ, താങ്ക് യു.